ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് ഏറ്റവും പ്രധാനം ഈ കുടുംബമാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഏത് രീതിയിലും ഇവിടുത്തെ സമാധാനം കളയാൻ അവൾ ശ്രമിക്കും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും മോളെ? ചെറിയച്ചൻ പേടിക്കണ്ട. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വേണ്ടത് ചെയ്തോളാം. എനിക്ക് തന്റെ അടുത്ത് കിടന്നില്ലെങ്കിൽ ഉറക്കം വരില്ലെന്നറിയാലോ. രണ്ടിന്റെയും പെരുമാറ്റത്തിൽ എന്തോ പ്രശ്നമുണ്ട്, കണ്ടുപിടിക്കണം. മോളെവിടെ? ചെറിയ മോളെവിടെ? മോളെ, 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 1 കോടി രൂപയുമായിട്ട് ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് എത്തണം. എവിടെയാ ഞങ്ങൾ വരണ്ടേ? നിങ്ങൾ പണം റെഡിയാക്കി വെക്കേ. ഞാൻ പൂർണിമ ദേവൻ. ഇന്ദ്ര ടിവിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു തെറ്റ് സംഭവിക്കുന്നത്. പ്രേക്ഷകരായ നിങ്ങളോട് എല്ലാവരോടും ചാനലിന്റെ ഭാഗത്തുനിന്ന് ഞാൻ മാപ്പ് പറയുന്നു. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. ഇവിടുത്തെ സ്റ്റേഷനിലുണ്ടായിരുന്ന എന്റെ ഒരു പരിചയക്കാരൻ ഇപ്പൊ വിളിച്ചു. പൃഥ്വിയെ കുറിച്ച് അന്വേഷിക്കാൻ അണ്ടർ കവർ പോലീസ് ടീം ലോക്കൽ പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് അയാൾ പറയുന്നത്. പൂർണ്ണിമയ്ക്ക് എന്തോ ടെൻഷൻ ഉള്ളതുപോലെ തോന്നുന്നല്ലോ. എന്താ മോളെ, എന്തോ നിനക്കൊരു ടെൻഷൻ പോലെ? താരയായിരിക്കും കാരണം അല്ലേ പൂർണ്ണിമേ? താര എനിക്കൊരു എതിരാളി അല്ല ചെറിയച്ച. അങ്ങനൊരു വാല്യൂ പോലും ഞാൻ അവക്ക് കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? എന്റെ ടെൻഷൻ മുഴുവൻ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ഓർത്തിട്ടാ ചെറിയച്ച. നമ്മുടെ കുടുംബത്തിനെതിരെ ആരോ കാര്യമായി പ്രവർത്തിക്കുന്നു എന്നൊരു തോന്നൽ. ആര്? ഏയ് ഇല്ലില്ല, ഞാനിപ്പോ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാ. ഒരുപാട് നാളായി ഞാൻ അവളെ വിളിച്ചിട്ട്. ഞാനിന്ന് പിന്നെ വിളിച്ചോളാം. എന്തായിരിക്കും 3 പേരും കൂടി ഒരു ഗൂഢാലോചന? അതിപ്പോ നമ്മുടെ കുടുംബത്തിന്റെ നാശം ആഗ്രഹിക്കുന്ന ഒരൊറ്റ ശത്രു മാത്രമേ ഇപ്പൊ നിലവിലുള്ളൂ. അത് താരയാ. ആരായാലും അതുടനെ കണ്ടെത്തണം. ധ്വനിമോളെ തട്ടിക്കൊണ്ടു പോയത് മുതൽ ഇങ്ങോട്ട് ആലോചിക്കുമ്പോ ഇതിനൊക്കെ പിന്നിൽ ആരോ ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. പൂർണ്ണിമ പറഞ്ഞ ശരിയാണ്. അന്ന് നമ്മൾ ധ്വനിമോളുടെ ഇഷ്യൂ കുറച്ച് സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. ആ കാര്യത്തിൽ ഇനിയൊരു സംശയം അന്വേഷണം വേണ്ട. അതിന്റെ പിന്നിൽ ആ താര തന്നെയാ. സഞ്ജയോടും പൂർണിമയോടുമുള്ള ദേഷ്യം തീർക്കാനും പ്രതികാരം ചെയ്യാനും അവള് തന്നെയാണ് ധ്വനിമോളെ തട്ടിക്കൊണ്ടുപോയത്. ഇപ്പൊ എനിക്കും അങ്ങനൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. എനിക്ക് ഏറ്റവും പ്രധാനം ഈ കുടുംബമാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഏത് രീതിയിലും ഇവിടുത്തെ സമാധാനം കളയാൻ അവൾ ശ്രമിക്കും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും മോളെ? ചെറിയച്ചൻ പേടിക്കണ്ട. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വേണ്ടത് ചെയ്തോളാം. അപ്പൊ പൂർണിമയെ തകർക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല എതിരാളിയാണ് താര. അപ്പൊ താരയ്ക്കൊപ്പം നിന്ന് പൂർണിമയെ തകർത്ത് ആ സ്ഥാനത്തേക്ക് എനിക്കെത്താൻ സാധിക്കും. ശത്രുവിന്റെ ശത്രുവും മിത്രമെന്നല്ലേ? എത്രയും പെട്ടെന്ന് താരയുമായിട്ടൊരു അടുപ്പം സ്ഥാപിക്കണം.
എന്താ ഗിരിജ, നീ കൊറേ നേരമായില്ലേ ഇരിപ്പ് തുടങ്ങിയിട്ട്? എന്താ നീ ആലോചിച്ചു കൂട്ടുന്നത്? എനിക്ക് ആലോചിക്കാൻ ഒരേ ഒരു കാര്യമല്ലേ ഉള്ളൂ, അഞ്ജു. അഞ്ജുനിപ്പൊ എന്താ പറ്റിയത്? നാത്തൂന് അറിയില്ലേ, അഞ്ജുവിന്റെ കല്യാണമാണ് എന്റെ ലൈഫിലെ സ്വപ്നം. അവളെ നല്ലൊരു പയ്യനെ ഏൽപ്പിച്ച എനിക്ക് സമാധാനായി. നീ ടെൻഷൻ ആവാതെ, കല്യാണമൊക്കെ അതിന്റെ സമയത്ത് തന്നെ നടക്കും. പെമ്പിള്ളാരുടെ കല്യാണം ഒരു പ്രായത്തിൽ നടന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല ആലോചനകൾ വരില്ല. അതാ എന്റെ ടെൻഷൻ. അതിനെ അഞ്ജുവിന് അതിനു മാത്രം പ്രായമൊന്നും ആയില്ലല്ലോ. അതൊക്കെ ശരിയാ. പക്ഷെ അഞ്ജുവിനെക്കാളും ഇളവളായ അശ്വതിയുടെ വിവാഹം നടത്തിയിട്ടും അഞ്ജുവിന് ആലോചനകളൊന്നും നടന്നില്ലെന്നുണ്ടെങ്കിൽ ആളുകൾ വല്ലതും പറയില്ലേ നാത്തൂനെ? നമ്മുടെ നാട്ടുകാരുടെ സ്വഭാവം നാത്തൂനെ അറിയാലോ. എന്തിനു കുറ്റം മാത്രമേ അവര് കാണൂ. അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട. നമുക്ക് അവൾക്ക് നല്ലൊരു പയ്യനെ ഉടനെ തന്നെ കണ്ടുപിടിക്കാം. അശ്വയെ കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലെ തന്നെ ബന്ധുക്കളുമായി വല്ല ആലോചനകൾ നോക്കാമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷേ അതും വെറുതെ ആയി പോയില്ലേ ഇപ്പോ. ആശയ ആലോചിക്കാഞ്ഞിട്ടല്ലല്ലോ ഗിരിജെ, ആ പൂർണിമ സമ്മതിക്കാഞ്ഞിട്ടല്ലേ? അതെ, എന്റെ സംശയം പൂർണിമ മനഃപൂർവ്വം കല്യാണം മുടക്കാൻ വേണ്ടി പയ്യനെ പറ്റി നുണ പറഞ്ഞതാണോന്നാ. അത് ശരിയാ, അതിനും സാധ്യതയുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാള് കൂടി അവരുമായി ബന്ധം കൂടണ്ടെന്ന് പൂർണിമ കരുതിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നീരജയുമായിട്ട് നമുക്ക് നേരിട്ട് കല്യാണം ആലോചിച്ചാലോ? നീരജയ്ക്ക് അഞ്ജുവിനെ ഇഷ്ടപ്പെട്ടു എന്നല്ലേ അഷി പറഞ്ഞേ? അല്ല, എന്താലോചിക്കുന്ന കാര്യം രണ്ടാളും പറയുന്നേ? അല്ലമ്മേ, നീരജയുടെ ചേട്ടന്റെ മോനുമായിട്ട് നമ്മുടെ അഞ്ജുവിന്റെ കല്യാണം ആലോചിക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് വീണ്ടും ആലോചിച്ചാലോ എന്ന് ഞാനും നാത്തൂനും കൂടി പറയുമായിരുന്നു. ആ കല്യാണം ശരിയാവില്ല എന്ന് പൂർണിമ പറഞ്ഞതല്ലേ? അത് പറയാൻ പൂർണിമയ്ക്ക് എന്താ അധികാരം? കല്യാണം തീരുമാനിക്കേണ്ടത് പെണ്ണിന്റെ ചെറുക്കന്റെ വീട്ടുകാർ തമ്മിലല്ലേ? അതെ, പൂർണിമ വെറുതെ കല്യാണം മുടക്കാൻ ആ പയ്യനെ കുറിച്ച് കുറ്റം പറഞ്ഞതാവാൻ തന്നെയായിരിക്കും സാധ്യത. നിനക്കെന്താ ഗിരിജയെ, നിനക്ക് തലക്ക് വെളിവില്ലേ? അങ്ങനെ ഒരു കല്യാണം മുടക്കിയിട്ട് പൂർണിമക്ക് എന്താ പ്രയോജനം? കല്യാണം എന്നത് ഒരു ജീവിതകാലത്തേക്കുള്ള ഒരു കാര്യ. അത് നടത്തുന്നതിന് മുന്നേ പയ്യനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കണം. പൂർണിമ ആ പയ്യൻ ശരിയല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യം ഉണ്ടാകും. ഒരാള് പറയുന്നതിന്റെ നല്ലത് കാണാതെ വെറുതെ അവരെ കുറ്റം പറയരുത്. പൂർണിമ അമ്മയ്ക്ക് എന്താ ഇത്ര വിശ്വാസം? അതിന്റെ കാര്യം നിനക്ക് മനസ്സിലായില്ലേ ഗിരിജെ? പൂർണിമയല്ലേ കൊച്ചുമകളെയും കെട്ടിയവനെയും ആ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നെ. അതിന്റെ നന്ദിയാവും. ഓ, അത് ശരിയാണല്ലോ. ഓ, നിന്നോടൊക്കെ സംസാരിക്കാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. നീ നിന്റെ ഇഷ്ടം പോലെ ആരെ കൊണ്ട് വേണ നിന്റെ മോളെ കെട്ടിച്ചോ. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് കണ്ണീരും കൈയായിട്ട് പിന്നീട് നടക്കാതെ നോയിക്കൊള്ളണമെന്ന് മാത്രം.